The bird problem in class 8 can be slightly changes as follows. One bird said, "We and we again with the half of us and half of that and one more is a natural number. Write all the possible number of birds starting from the list. For each of these, write the sum told by the bird also. Find the algebraic expression for these two sequences." അതായത് ഒരു കൂട്ടത്തിലെ ഒരു പക്ഷി പറഞ്ഞു, ഞങ്ങളും പിന്നെയും ഞങ്ങളും പിന്നെ ഞങ്ങളുടെ പകുതിയും പിന്നെ ഞങ്ങളുടെ പകുതിയുടെ പകുതിയും പിന്നെ വണ്ണും കൂടിയാൽ ഒരു നാച്ചുറൽ നമ്പറാകും. അങ്ങനെയാണെങ്കിൽ ഈ പക്ഷികളുടെ നമ്പേഴ്സ് എത്രയൊക്കെ വരാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൂടാതെ പക്ഷി പറഞ്ഞ സമ്മും എത്രയൊക്കെ വരാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ രണ്ട് സീക്വൻസുകളുടെയും, അതായത് പക്ഷികളുടെ എണ്ണത്തിൻ്റെ സീക്വൻസിൻ്റെയും അതേപോലെ സമ്മിൻ്റെ സീക്വൻസിൻ്റെയും ഓൾജിബ്രിക് എക്സ്പ്രഷനും കാണാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്പർ ഓഫ് ബേർഡ്സ് എക്സ് എന്ന് അസ്യൂം ചെയ്യാം. സോ ബേർഡ് പറഞ്ഞ സമ്മ് വി ആൻഡ് വി അഗെയിൻ, ദാറ്റ് ഈസ് എക്സ് എക്സ് വിത്ത് ഹാഫ് ഓഫ് എസ്, ദാറ്റ് ഈസ് എക്സ് ബൈ 2 ആൻഡ് ഹാഫ് ഓഫ് ദാറ്റ്, that is x by 4 and one more, that is 1. ഇവയെല്ലാം കൂടി കൂട്ടിയാൽ ഒരു നാച്ചുറൽ നമ്പർ കിട്ടും എന്നാണ് പറഞ്ഞത്. സോ എക്സ് പ്ലസ് എക്സ് ബൈ 2 പ്ലസ് എക്സ് ബൈ 4 പ്ലസ് 1 ഈസ് ഈക്വൽ ടു എ നാച്ചുറൽ നമ്പർ. എക്സ് പ്ലസ് എക്സ് 2x ആണ്. എക്സ് ബൈ 2 പ്ലസ് എക്സ് ബൈ 4നെ നമുക്ക് 4x പ്ലസ് 2x ബൈ 2 ഇൻറ്റു 4 എന്ന് എഴുതാം. plus 1 is equal to a natural number, that is 2x plus 6x by 2 into 4 plus 1 is equal to a natural number. 6ഉം 2ഉം ക്യാൻസൽ ചെയ്തിട്ട് 3 എന്ന് എഴുതുക, കാരണം 6ൽ 3 ടൈംസ് ആണ് 2 ഉള്ളത്. സോ ദിസ് ബിക്കം 2x plus 3x by 4 plus 1 is equal to natural number. 2xനെ നമുക്ക് 2x by 1 എന്ന് എഴുതാം. So this become 2x by 1 plus 3x by 4 plus 1 is equal to a natural number. That is 8x plus 3x by 1 into 4 plus 1 is equal to a natural number. That is 11x by 4 plus 1 is equal to a natural number. 1നെ നമുക്ക് 1 by 1 എന്ന് എഴുതാം. So 11x by 4 plus 1 by 1 is equal to a natural number. That is 11x plus 4 by 4 is equal to a natural number. ഇവിടെ 11x plus 4 by 4 എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷനാണ്. ഈ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ 4ഉം ന്യൂമറേറ്റർ 11x plus 4ഉമാണ്. ന്യൂമറേറ്റർ 4ൻ്റെ മൾട്ടിപ്പിൾ ആയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നാച്ചുറൽ നമ്പർ കിട്ടുകയുള്ളൂ. കാരണം ഈ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ 4 ആണ്. സോ ന്യൂമറേറ്റർ 4ഓ 4ൻ്റെ മൾട്ടിപ്പിൾസോ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ നാച്ചുറൽ നമ്പർ കിട്ടുകയുള്ളൂ. ദാറ്റ് ഈസ് 11x പ്ലസ് 4 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. നമുക്കറിയാം 11x പ്ലസ് 4ലെ ഈ പ്ലസ് 4 ഓൾറെഡി 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ 11x പ്ലസ് 4ൻ്റെ മൾട്ടിപ്പിൾ ആവണമെങ്കിൽ ഈ 11xും 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ദാറ്റ് ഈസ് 11x ഈസ് മൾട്ടിപ്പിൾ ഓഫ് 4. നമുക്കറിയാം 11 4ൻ്റെ മൾട്ടിപ്പിൾ അല്ല. സോ 11x 4ൻ്റെ മൾട്ടിപ്പിൾ ആവണമെങ്കിൽ എക്സ് 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 4. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂസ് കിട്ടി. എക്സിൻ്റെ വാല്യൂസ് മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് പറയുന്നത് 4, 8, 12, 16 എക്സെട്രയാണ്. സോ എക്സ് ഈസ് ഈക്വൽ ടു 4, 8, 12, 16 എക്സെട്ര. That is number of birds is equal to x is equal to 4, 8, 12, 16 etc. ഇനി നമുക്ക് ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കൂടി കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് സീക്വൻസ് ഓഫ് നമ്പർ ഓഫ് ബേർഡ്സ്, ദാറ്റ് ഈസ് xn.
ഈ സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. കാരണം ഇവിടെ ആദ്യത്തെ ടേം 4 ആണ്, 4ന് ശേഷം വരുന്നത് 8 ആണ്. 4ൻ്റെ കൂടെ 4 ആഡ് ചെയ്യുമ്പോഴാണ് 8 കിട്ടുന്നത്. 8ൻ്റെ കൂടെ 4 ആഡ് ചെയ്യുമ്പോൾ 12 കിട്ടുന്നു. സോ ഇവിടെ കോമൺ ഡിഫറൻസ് 4 ആയിട്ടുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണിത്. നമുക്കറിയാം ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ xn = an + b എന്ന ഫോമിലാണ്, വേർ a ഈസ് കോമൺ ഡിഫറൻസ്. ഇവിടെ xn = 4n + b എന്ന് എഴുതാം, കാരണം ഇവിടെ കോമൺ ഡിഫറൻസ് 4 ആണ്. xn 4n + b ആയതുകൊണ്ട് x1 എന്ന് പറയുന്നത് 4 + b ആയിരിക്കും. കാരണം എന്നിൻ്റെ വാല്യൂ 1 ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് x1 എന്ന് കിട്ടുന്നത്. ഈ സീക്വൻസിൻ്റെ x1 അതായത് ഫസ്റ്റ് ടേം 4 ആണ്. സോ 4 + b = 4 എന്ന് എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് ബിയുടെ വാല്യൂ കാണാം. അതിനുവേണ്ടി നമുക്ക് ഈ 4നെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ -4 ആകും. ദാറ്റ് ഈസ് b = 4 - 4, ദാറ്റ് ഈസ് 0. അപ്പോൾ ബിയുടെ വാല്യൂ 0 ആണ്. എയുടെ വാല്യൂ 4 ആണ്, കാരണം എ കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ xn എന്ന് പറയുന്നത് an + b ആണ്. എയുടെ വാല്യൂ 4ഉം ബിയുടെ വാല്യൂ 0 ആയതുകൊണ്ട് xn = 4n എന്നെഴുതാം. അതായത് ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് xn = 4n ആണ്. ഇനി മറ്റൊരു സീക്വൻസ് കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് സമ്മിൻ്റെ സീക്വൻസ് കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. s = 11x + 4/4 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് Sn ആയിരിക്കും. ദാറ്റ് വിൽ ബി 11xn + 4/4. അതായത് എസ് എന്ന് പറയുന്നത് 11x + 4/4 ആണ്. സോ അതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതുമ്പോൾ Sn എന്ന് പറയുന്നത് എക്സിന് പകരം നമ്മൾ xn എന്ന് കൊടുക്കണം. അതായത് എക്സിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷനാണ് എക്സിന് പകരം കൊടുക്കേണ്ടത്. xn നമ്മൾ നേരത്തെ കണ്ടു 4n ആണ്. സോ ദിസ് ബിക്കം 11 × 4n + 4/4, ദാറ്റ് ഈസ് 44n + 4/4. ഇതിൽ ന്യൂമറേറ്ററിൽ കോമൺ ആയിട്ടുള്ള 4 പുറത്തെടുക്കാം. ദാറ്റ് ഈസ് 4 × 11n + 1/4. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുമുള്ള 4 ക്യാൻസൽ ചെയ്യാം. സോ ദിസ് ബിക്കം 11n + 1. സോ നമുക്ക് സമ്മിൻ്റെ സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കിട്ടി, അതായത് Sn = 11n + 1 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിൽ നിന്നും സമ്മിൻ്റെ സീക്വൻസ് ഏതാണെന്ന് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി എന്നിൻ്റെ വാല്യൂ 1 2 3 എക്സെട്ര ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് S1 അതായത് ഫസ്റ്റ് ടേം എത്രയാണെന്ന് നോക്കാം. അതിനുവേണ്ടി എന്നിൻ്റെ വാല്യൂ 1 ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് 11 × 1 + 1, ദാറ്റ് ഈസ് 11 + 1, ദാറ്റ് ഈസ് 12. ഇനി നമുക്ക് S2 അതായത് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് എന്നിൻ്റെ വാല്യൂ 2 എന്നിട്ട് കൊടുക്കാം. സോ ദിസ് ബിക്കം 11 × 2 + 1, ദാറ്റ് ഈസ് 22 + 1, ദാറ്റ് ഈസ് 23. ഇനി നമുക്ക് തേർഡ് ടേം അതായത് S3 കണ്ടുപിടിക്കാം. അതിന് വേണ്ടി എന്നിൻ്റെ വാല്യൂ 3 ഇട്ട് കൊടുക്കാം. സോ ദിസ് ബിക്കം 11 × 3 + 1, ദാറ്റ് ഈസ് 33 + 1, ദാറ്റ് ഈസ് 34. സോ എസിൻ്റെ സീക്വൻസിൽ അതായത് സമ്മിൻ്റെ സീക്വൻസിലെ ആദ്യത്തെ 3 ടേംസ് നമുക്ക് കിട്ടി. ഇത് വെച്ചിട്ട് നമുക്ക് സീക്വൻസ് എഴുതാം. ദാറ്റ് ഈസ് സീക്വൻസ് ഓഫ് സം = 12 23 34 എക്സെട്ര.